ഇപ്പോൾ ജയശങ്കർ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ രോഗികളോട് ഡിസ്ചാർജ് വാങ്ങാൻ നിർദ്ദേശിച്ചു എന്ന്. ന്യൂറോ വിഭാഗത്തിൽ ഓപ്പറേഷൻ എത്തിയവരോടാണ് അവർക്കാണ് ആ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ജയശങ്കർ, കേൾക്കാമെങ്കിൽ ഇത് ഈ ഇപ്പോഴുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടാണോ? അതായത് ഈ അപകടത്തിന് പിന്നാലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടേണ്ടി വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ രോഗികളോട് ഡിസ്ചാർജ് വാങ്ങി പോകാനുള്ള ഒരു നിർദ്ദേശം ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്നത്. ഈ 11ാം വാർഡിലൊക്കെ ഉണ്ടായിരുന്ന രോഗികളോടാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് നൽകാനാകുമെന്ന് വിചാരിക്കുന്നു. പലരും 20 ദിവസമായി പല തോതിലുള്ള ടെസ്റ്റുകൾക്കും മറ്റുമായി ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റായി കിടക്കുന്നവരാണ്. അവരോടാണ് ഇപ്പോൾ ഇത്തരത്തിൽ അപകടത്തിന് പിന്നാലെ തൽക്കാലം എന്തായാലും ഓപ്പറേഷൻ നടക്കില്ല, ഓപ്പറേഷൻ തിയേറ്ററൊക്കെ തിരിച്ചു തുറക്കുമ്പോൾ നിങ്ങളെ വിളിക്കാമെന്നൊരു നിർദ്ദേശം നൽകി മടക്കി അയക്കാനുള്ള ഒരുക്കം ഈ ആശുപത്രി അധികൃതർ നടത്തുന്നത്. അതിൽ ലക്ഷദ്വീപിൽ നിന്ന് എത്തിയ ആളുകൾ ഉൾപ്പെടെയുണ്ട്. അവർ എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. ദുരിതക്കയത്തിലാകുന്ന സാഹചര്യമാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗികളെ സംബന്ധിച്ചുള്ളത്. കാരണം ഏറെ നാളായി അപകടാവസ്ഥയിലുള്ള ഒരു ബിൽഡിംഗ്. മന്ത്രി തന്നെ സൂചിപ്പിച്ചത് ഈ ബിൽഡിംഗിൽ മറ്റ് ഉപയോഗങ്ങളോ മറ്റ് ആവശ്യങ്ങളോ നടക്കുന്നില്ല. പക്ഷേ അത്തരത്തിലൊരു ബിൽഡിംഗ് എപ്പോഴോ പൊളിച്ചു കളയേണ്ട ഒരു ബിൽഡിംഗ് നിലനിർത്തി ആ ബിൽഡിംഗിൽ പൊടുന്നനെ നിലം പൊത്തിയപ്പോൾ ഒരു പിടി രോഗികൾ കൂടി അവിടെ ദുരിതത്തിലാവുകയാണ്. അസുഖം ഭേദമാക്കി സർക്കാർ ആതുരാലയത്തെ ആശ്രയിക്കാൻ വന്നവരാണ് ഇപ്പോൾ ദുരിതത്തിലാവുന്നത്. അവർ പലരും നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളൊരു സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ ഈ രോഗികളും അവരുടെ കൂട്ടുകിടപ്പുകാരും ഒക്കെ തന്നെ പറയുന്ന വളരെ വേദനാജനകമായ ഒരു കാഴ്ച. ഈ അപകടം നേരിട്ട് ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും പരോക്ഷമായി അവരുടെ ഒരു അസുഖത്തെ മാറ്റാനുള്ള ഒരു വഴിയെ പോലും മുടക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ആശുപത്രി അധികൃതർ ഉൾപ്പെടെ വിശദീകരണം തേടേണ്ടതുണ്ട്. അവരിങ്ങനെ ആവശ്യപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികൃതരോട് ചോദിക്കാറുണ്ട്. പക്ഷേ രോഗികൾ പറയുന്നത് തങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചേൽപ്പിക്കാനും ഡിസ്ചാർജ് വാങ്ങി പോകാനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ്. ചാണ്ടിയുമ്മൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രോഗികളെ ഒന്ന് അല്പസമയം മുമ്പ് കാണുകയും ഈ വിഷയം സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചാണ്ടിയുമ്മന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രോഗികളെ സംബന്ധിച്ച് വലിയ കഷ്ടതയാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ശരിയാണ് ജയശങ്കർ പറഞ്ഞതുപോലെ തന്നെ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ ഈ അപകടത്തിന് പിന്നാലെ ന്യൂറോ വിഭാഗത്തിൽ അവിടെ സർജറിക്ക് എത്തിയവരോട് അവരോട് ഡിസ്ചാർജ് വാങ്ങി പോകാൻ ആശുപത്രി അധികൃതർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അവരുടെ പ്രതികരണങ്ങൾ അടക്കം അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ലക്ഷദ്വീപിൽ നിന്ന് എത്തിയ രോഗികൾ ഉൾപ്പെടെ അങ്ങനെ ദുരിതത്തിലായി എന്ന് പറയുകയാണ്. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം, ഈ അപകടത്തിന് ശേഷം അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ആകെ ബാധിക്കപ്പെട്ടു എന്നാണ് കരുതുന്നത്. നിരവധി രോഗികൾ ചികിത്സയിൽ കഴിയുന്ന മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അത് ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും ബാധിക്കപ്പെട്ടുകൂടാ. കാരണം സാധാരണക്കാരായ ആളുകൾ ചികിത്സയ്ക്ക് എത്തുന്ന ഒരു വലിയ ആരോഗ്യ കേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും ബാധിക്കപ്പെട്ടുകൂടാ. അതുകൊണ്ട് എത്രയും വേഗം അവിടെ കാര്യങ്ങൾ സാധാരണ നിലയിൽ എത്തട്ടെ. അപ്പോഴും നമുക്ക് സങ്കടമുണ്ടാകുന്ന വാർത്ത തലയോടപ്പറമ്പ് സ്വദേശി ബിന്ദുവിൻ്റെ മരണമാണ്. അവിടെ ചികിത്സയ്ക്കെത്തിയ മകൾക്കൊപ്പം വന്നതാണ് ബിന്ദു. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ബിന്ദുവിൻ്റെ മക്കൾ ഏതാണ്ട് തളർന്ന് അമ്മയുടെയും മൃതദേഹം കാണാനായിരിക്കാം കാഷ്വാലിറ്റിയിലേക്ക് പോകുന്നതാണ് തൊട്ടു മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അപ്പോൾ വലിയ ദാരുണമായ ഒരു സംഭവമാണ്, ഒരു ഷോക്കാണ് യഥാർത്ഥത്തിൽ. അത് ആ കുടുംബത്തിനും ഒപ്പം തന്നെ അവിടെ ആ സമയത്തുണ്ടായിരുന്ന ചികിത്സയിൽ കഴിയുന്ന രോഗികളും അവരോടൊപ്പം ഉണ്ടായിരുന്നവരുമൊക്കെ അത് നേരത്തെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയുണ്ട് മെഡിക്കൽ കോളേജിലും. ആ സമയത്ത് ഈ അപകടത്തിന് ദൃക്സാക്ഷികളായി അവിടെ ഉണ്ടായിരുന്ന രോഗികളുമൊക്കെ ആ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല. ആ കുടുംബാംഗങ്ങളെയാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത്.